LDF-നെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ ഡീൽ ആരോപണത്തിൽ തിളച്ച് കേരള രാഷ്ട്രീയം. കോൺഗ്രസ് നാണവും ഉളുപ്പുമില്ലാത്ത പാർട്ടിയാണെന്നും പാലക്കാട് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയതാണോ പ്രശ്നമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തിയത് ആരാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം. ED പേടിച്ചാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നതെന്ന് KC വേണുഗോപാലും ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് സജീവമായതോടെ തുടർച്ചയായ മൂന്നാം ദിവസവും ഡീൽ ആരോപണം സജീവ ചർച്ചയാക്കി നിർത്തുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ BJP CPIM ഡീൽ ആരോപണത്തോട് കടുത്ത ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആരോപണത്തെ വിചിത്രമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി കോലീബി സഖ്യമടക്കം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. പാലക്കാട് എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ട്. അതുകൊണ്ടാണ് ഡീൽ എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം RSS-നൊപ്പം ചേർന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. BJP-ക്ക് ഏറ്റവും വലിയ ശത്രു CPIM ആണ്, ഇടതുപക്ഷമാണ്. 77-ൽ RSS വോട്ട് വാങ്ങി വിജയിച്ച ആളാണ് പിണറായി വിജയനെന്നും മസ്കറ്റ് ഹോട്ടലിൽ RSS നേതാക്കളുമായി ചർച്ച നടത്തിയത് ആരാണെന്നും പ്രതിപക്ഷ നേതാവ് മറുചോദ്യം ഉയർത്തി. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതനാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSS-ന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77-ൽ? ആർക്കറിയാൻ പാടില്ലാത്തത്? ശ്രീ എമ്മുമായി അടച്ചിട്ട മുറിയിൽ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയതാരാ? പിണറായി വിജയനാണ്, VD സതീശനല്ല. അദ്ദേഹത്തെ ഓർമ്മിക്കാണ്. പിണറായി കോംപ്രമൈസ്ഡ് ചീഫ് മിനിസ്റ്റർ ആണെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആരോപണം. CPM-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ അതിൽ കൃത്യമായി മനസ്സിലാകും പരസ്പരമായ അന്തർധാര, സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തർധാരയുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോംപ്രമൈസ്ഡ് ചീഫ് മിനിസ്റ്ററാണ്. മോഡിയുടെ മുന്നിൽ ഒന്നും പറയാൻ പറ്റില്ല. ED-യെ പേടിച്ചിട്ട് ജീവിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. CPIM BJP ഡീൽ ആരോപണം കൊഴുപ്പിക്കാൻ ലീഗ് നേതാവ് KNA ഖാദർ പുസ്തകവുമായി രംഗത്തെത്തി. ഗുരുവായൂരിൽ 2021-ൽ BJP CPIM ഡീൽ നടന്നുവെന്നും ചുക്കാൻ പിടിച്ചത് പിണറായി വിജയനാണെന്ന ആരോപണമാണ് വ്യാകരണമില്ലാത്ത ജീവിതമെന്ന ആത്മകഥയിൽ KNA ഖാദർ ഉന്നയിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയുടെ പട്ടിക തള്ളിയത് ഈ ഡീലിന്റെ ഭാഗമായിരുന്നുവെന്നും ഇതോടെ BJP വോട്ടുകൾ CPIM-ന് ലഭിച്ചുവെന്നും KNA ഖാദർ ആരോപിക്കുന്നു. ഗുരുവായൂരിലെ ഒക്കച്ചങ്ങാതിമാർ എന്ന അധ്യായത്തിലാണ് ആരോപണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.